വിശ്വാസത്തിൻ്റെ വഴികാട്ടിയാണമ്മ, മാനവകുലത്തിൻ്റെ വഴികാട്ടി. അവളോടൊപ്പം യാത്ര ചെയ്യുന്നവർ ഒരിക്കലും നരകാഗ്നിയിൽ വീഴുകയില്ല. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാധേയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ, എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. കപ്പലൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ. കപ്പൽ യാത്രയെക്കുറിച്ചൊക്കെയുള്ള വചനങ്ങൾ നമ്മുടെ പഴയ നിയമത്തിലുണ്ട്. അത് യോനാ പ്രവാചകൻ കപ്പലിൽ യാത്ര ചെയ്തു നോക്കിയുള്ളതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ കപ്പലിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട 2 കപ്പലുകളുണ്ട്. ഒന്ന് നമുക്കൊക്കെ അറിയാവുന്ന 1900-ലൊക്കെ ഉണ്ടായിരുന്ന ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭീമാകാരമായ ഫസ്റ്റ് യാത്രയിൽ തകർന്നു പോയൊരു കപ്പൽ ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ കാണാത്ത എന്താ പറയുക, ഒരു മനുഷ്യനും ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നരേറ്റ് ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പ്ലനേഷനോട് കൂടിയിട്ടൊക്കെയുള്ള ഒരു ചലച്ചിത്രമൊക്കെ ആയിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ് ടൈറ്റാനിക് കപ്പൽ. ഈ ടൈറ്റാനിക് കപ്പൽ അത് രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസൈനറൊക്കെ പറയുന്ന കാര്യമുണ്ട്, ഇത് ദൈവത്തിന് പോലും തകർക്കാൻ പറ്റാത്ത കപ്പലാണ് എന്ന് പറഞ്ഞാൽ ദൈവം പോലും വിചാരിച്ചാൽ ഇത് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യുന്ന കപ്പലായിട്ടാണ് ഈ പറയുന്ന ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കപ്പൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കോസ്റ്റോ കോൺകോർഡിയ എന്ന് പറയുന്ന ഒരു കപ്പൽ ഈ ദിവസങ്ങൾ വായിച്ചു തീർക്കാം. ഈ കോസ്റ്റോ കോൺകോർഡിയ എന്ന് പറയുന്ന കപ്പലും ഇതുപോലെ തന്നെ ആഡംബര കപ്പലുകളുടെ ഫുൾ ഫെസിലിറ്റിയോട് കൂടെ സ്വിമ്മിംഗ് പൂള് അതുപോലെയൊക്കെയുള്ള ഹെലിപാഡ് എന്നൊക്കെ പറയുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സോടും കൂടെ ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് പീപ്പിളിന് മാത്രം പോകാൻ പറ്റുന്ന അത്രയും സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള കപ്പലാണ് കോസ്റ്റോ കോൺകോർഡിയ എന്ന് പറയുന്ന കപ്പൽ. ഈ 2 കപ്പലുകളും ബൈബിളിൽ പറയുന്ന യോനാ പ്രവാചകൻ നിർമ്മിച്ച കപ്പലിനൊക്കെ ഇങ്ങനെ ബേസ് ചെയ്തിട്ടൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 3 കപ്പലിൻ്റെയും പ്രത്യേകതയായിട്ട് പറയുന്നത് 3 കപ്പലും ഏതാണ്ട് തകർച്ചയുടെ വക്കിലെത്തിയ കപ്പലാന്ന് പറയുന്നത്. കോസ്റ്റോ കോൺകോർഡിയ നമുക്കറിയാം, അതിലുണ്ടായിരുന്ന അത് കുറേയധികം പേരുടെ നാശത്തിനും നഷ്ടത്തിനും ഒക്കെ കാരണമായിട്ട് വലിയ ബിഗ് ലോസിലാണ് ആ കോസ്റ്റോ കോൺകോർഡിയ കപ്പൽ തീർന്നത്. 2 നമ്മളൊക്കെ കണ്ടിട്ടുള്ള ടൈറ്റാനിക് കപ്പൽ അത് മുങ്ങിപ്പോയതിൻ്റെ അതിനെക്കുറിച്ചുള്ള ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ജേർണിയിൽ തന്നെ അതിങ്ങനെ തകർന്ന് 2ആയിട്ട് പൊടിഞ്ഞു പോയ കപ്പലാണ്. യോനാ പ്രവാചകന്റെ കപ്പലും അതിങ്ങനെ ആടി ഒലയാൻ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ഈ 3 കപ്പലുകൾ എന്തിനാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു മെയ് മാസമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്? അത് ഇപ്രകാരം ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഈ 3 കപ്പലിലും ഉണ്ടായിരുന്ന മനുഷ്യർക്കുണ്ടായിരുന്ന ഒരു കോമൺ ഫിനോമിന എന്ന് പറയുന്നത് they were very jealous people, they were not obeying anything. മൂന്നാമത് പറയുന്നത് അവര് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച മനുഷ്യരെന്ന് പറയുന്നത്. ആ എന്താ പറയുക, ടൈറ്റാനിക് കപ്പലിൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞു, അവിടെ കാണുന്നത് മഞ്ഞുമലയാണ് ട്ടാ, 3% പൊന്തി നിൽക്കണമെന്നുള്ളൂ, താഴെ ഇങ്ങനെ പൊളിഞ്ഞെടുക്കാണ്, വേണമെങ്കിൽ വഴിമാറ്റിക്കോന്ന് പറഞ്ഞതാ. അഹങ്കാരിയായിട്ടുള്ള ആ ക്യാപ്റ്റൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നാണ് എഴുതിച്ചേക്കുന്നത്. ഒന്നും ശ്രദ്ധിച്ചില്ല, അഹങ്കാരിയായിട്ട് തന്നെ അയാളിത് പോയി നശിപ്പിച്ച്.
പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വാഴ്ത്തുകളിൽ മെയ് മാസത്തിൻ്റെ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം എങ്ങനെയാണ്? എൻ്റെ മക്കളത് പഠിക്കണം, നമ്മൾ കാണാപ്പാഠം പഠിച്ചു വയ്ക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: അഹങ്കാരികളെ ചിതറിച്ച് കളഞ്ഞ് എളിമയുള്ളവരെ കർത്താവ് എടുത്തുയർത്തി. ഇത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതല്ലോ, പരിശുദ്ധ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സംഭവമാണ് ഈ 3 കപ്പലിൻ്റെയും ചരിത്രം വെച്ചിട്ട് പറയണേ. അതിലുണ്ടായിരുന്ന മുഴുവൻ ബാബേൽ ഗോപുരം അവർ പണിതുയർക്കുമ്പോൾ പറഞ്ഞു, ദൈവത്തോളം ഉയരാൻ പറ്റുന്ന ഒരു ഗോപുരം ഞങ്ങൾ പണിയും, അതിനാർക്കും ദൈവത്തെ നേരിട്ട് തൊടാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്വാദങ്ങൾ കൊണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന പണിതുയർത്തിയ സാധനമാണ്. കല്ലിന്മേൽ കല്ലവശേഷിക്കാതെ തകർന്നു പോയില്ലേ? ഏത് അഹങ്കാരിയുടെ ജീവിതമാണ് സ്നേഹമുള്ളവര് ഉയർച്ചയുടെ മേൽ ഉയർച്ചയിലെത്തിയിട്ടുള്ളത്? കുറച്ച് നാളൊക്കെ ഉയർച്ച ഉണ്ടാവും. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, അഹങ്കരിച്ചോ നിന്നെ തട്ടിക്കളയും. അഹങ്കരിച്ചുകൊണ്ടിരിക്കണ മനുഷ്യരെ ഇങ്ങനെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കണ എത്ര കാര്യങ്ങൾ കേൾക്കണം, എത്ര ഉന്നതങ്ങളിൽ നിന്നുള്ളവരാ, എത്ര പേരുടെ തകർച്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ്. ഇനി എളിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെയോ കർത്താവ് എടുത്തുയർത്തും. നമുക്ക് അടുത്ത സെഷനിൽ കൂടെ എളിമയുടെ പ്രത്യേകത, എളിമയുള്ള മനുഷ്യരെ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് കണ്ടെത്താം. പരിശുദ്ധ അമ്മ ഇന്ന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ എന്തിനാ സ്നേഹമുള്ളവർ അഹങ്കരിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു 52 സെക്കൻഡിന് മേലെ നിനക്കിതിങ്ങനെ പൊത്തിപ്പിടിക്കാൻ പറ്റുമോ? 52 സെക്കൻഡ്, ദാറ്റ് മീൻസ് ഒരു മിനിറ്റ് പോലും നിനക്ക് നിന്റെ ഈ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത നീ പിന്നെ എന്തിനാണ് അഹങ്കരിക്കണേ? ചിലരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര അച്ഛാ എൻ്റെ പൈസ ഉണ്ട് അച്ഛാ, അതൊക്കെ ചെയ്യച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്താ പറയുക ബൂംബാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, പാവങ്ങൾ ഇവരോടൊക്കെ എന്ത് തിരിച്ചു പറയാനാ? എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചില പ്രശ്നങ്ങളൊക്കെ തീർക്കാനേ കാല് പിടിച്ച് പറയാറുണ്ട് ചിലരുടെ അടുത്ത്, വഴക്ക് തീർക്ക്, ഈ പ്രശ്നമൊക്കെ തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ചിട്ടുണ്ട്. ഞാൻ കാല് വലിച്ചു എന്നല്ലാണ്ട് അച്ഛാ സാരമില്ല അച്ഛാ പറ്റുന്നത് ചെയ്യാം പറഞ്ഞിട്ടില്ല. നമ്മൾ വലിയ കൊമ്പത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മ എളിമയുടെ അമ്മയാണ്. ഇന്നൊന്ന് പ്രാർത്ഥിക്കുക, എളിമയെന്ന പരമപുണ്യം തരണമെന്നമ്മേ ഈ എളിയ മക്കൾക്ക്. പ്രാർത്ഥിച്ചു വിടുങ്ങ, എളിമയുള്ള മനുഷ്യരെ ഉയർത്തും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഏതെങ്കിലും മക്കൾ അഹങ്കാരത്തിൻ്റെ ദുർഭൂതം കയറിയിട്ടുണ്ടെങ്കിൽ ഈ വചന ശുശ്രൂഷയിലൂടെ ഈ ആരാധനയിലൂടെ മക്കളിൽ നിന്ന് അതെടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. ലൂർദിലെ ഒരു ദരിദ്ര ഭവനമായിരുന്നു ബുനോർട്ടസ് കുടുംബം. ആ കുടുംബത്തിലെ 2 വയസ്സുള്ള ജസ്റ്റിൻ ജനിച്ച നാൾ മുതൽ രോഗിയായിരുന്നു. സന്നിയും കോട്ടവുമാണ് പ്രധാന രോഗം. ഒരു രാത്രി രോഗം മൂർധന്യാവസ്ഥയിലെത്തി. അവൻ്റെ അമ്മ കുട്ടിയുടെ മരണചേഷ്ടകൾ കണ്ട് വാവിട്ട് കരഞ്ഞു. ശരീരം മരവിച്ചു. ശ്വാസോച്ഛ്വാസനം മന്ദഗതിയിലായി. നാഡിയടിപ്പ് നിലച്ച പോലെ കാണപ്പെട്ടു. കുട്ടിയുടെ അമ്മയായ ക്രെയ്നി കോട്ടലിന് ഒരു ഭാവപകർച്ചയുണ്ടായി. അവൾ വിളിച്ചു പറഞ്ഞു, ലൂർദിലെ ഗ്രോട്ടോയിലുള്ള ദിവ്യകന്യക എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗ്രോട്ടോയിലേക്ക് ഓടി. അത്ഭുത ഉറവയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തൊട്ടിയിൽ ബാലൻ്റെ ശിരസ്സൊഴിച്ചുള്ള ശരീരഭാഗം മുഴുവൻ അവൾ മുക്കിപ്പിടിച്ചു. കണ്ടു നിന്നവർ അമ്പരന്നു. മഞ്ഞുകട്ടയ്ക്ക് തുല്യം തണുപ്പുള്ള വെള്ളത്തിൽ മരണാസന്നനായ ഒരു കുട്ടിയെ മുക്കിപ്പിടിക്കുക, ഇതിൽ പരം അബദ്ധം എന്താണ് ചെയ്യുവാനുള്ളത്? അവൾ കുട്ടിയെ കൊല്ലുവാൻ പോവുകയാണ് എന്ന് കണ്ടു നിന്നവർ പറഞ്ഞു. അവൾ പ്രതിവചിച്ചു, എനിക്ക് കഴിവുള്ളത് ഞാൻ ചെയ്യുന്നു, ബാക്കി നല്ലവനായ ദൈവവും പരിശുദ്ധ കന്യകയും ചെയ്യുന്നതാണ്. 15 മിനിറ്റോളം സമയം അവൾ കുട്ടിയെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. അതിനുശേഷം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. ഉടനെ തന്നെ തൊട്ടിലിൽ കിടത്തി. കുട്ടി മരിച്ചുവെന്ന് പിതാവും മറ്റുള്ളവരും വിചാരിച്ചു. ജസ്റ്റിൻ ഗാഢനിദ്രയിലായി. പിറ്റേ ദിവസം ഉണർന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ്. ജന്മന രോഗിയായിരുന്ന അതുവരെ എഴുന്നേൽക്കുവാൻ കഴിയാത്ത ജസ്റ്റിൻ ആരോഗ്യ ദൃഢഗാത്രനായി നടന്നു തുടങ്ങിയിരിക്കുന്നു. അത്ഭുതകരമായ രോഗശാന്തിയുടെ വിശേഷം എല്ലാ കാതുകളിലും എത്തി. കുട്ടിയെ ചികിത്സിച്ചിരുന്ന സുപ്രസിദ്ധന്മാരായ ഡോക്ടർമാർ ഈ രോഗശമനം അത്ഭുത സംഭവമാണെന്ന് അനിഷേധ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ, അവിടുന്ന് അങ്ങേ ദിവ്യസുതനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ. അങ്ങേ ദിവ്യകുമാരനു മാതൃസഹജമായ പരിലാളനകൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു.
എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു. അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി. അങ്ങേ കരതാരിൽ ദിവ്യശിശു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു. സ്നേഹനിധിയായ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹവായ്പിനാൽ സംതൃപ്തമാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോ മിശിഹ ആത്മീയമായി പിറന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ,
മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഗർദ ജപം. പിതാവായ ദൈവത്തിന്റെ പുത്രി, പുത്രനായ ദൈവത്തിന്റെ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മെയ് മാസപ്പൂവേ സ്വർഗം ചാർത്തിയ